ഹായ് ഹലോ, എൻ്റെ പേര് അഭിഷേക്. അപ്പോൾ നമ്മളിന്ന് വന്നിരിക്കുന്ന മെറ്റൽ ഗെയിമിൻ്റെ ഒരു പുതിയൊരു വീഡിയോയിലായിട്ടാണ്. ഈ മെറ്റൽ ഗെയിമിനകത്ത് 4 എസ്കേപ്പാണുള്ളത്. അപ്പോൾ 4 എസ്കേപ്പ് നമ്മൾ ചെയ്യുന്നതാണ്. അപ്പോൾ മെറ്റൽ ഇഷ്ടപ്പെടുന്ന എല്ലാ കൂട്ടുകാരും കാണാൻ ശ്രമിക്കുക. അപ്പോൾ നമുക്ക് നേരെ ഗെയിം പ്ലേയിലേക്ക് കിടക്കാം. ഇത് നമ്മുടെ ഒന്നാമത്തെ എസ്കേപ്പിംഗ് വീഡിയോ ആണ്. അപ്പോൾ നമ്മളെവിടെയാണ് വന്നിരിക്കുന്നത്, ഇതിനകത്ത് സംഭവം എന്ന് വെച്ചാൽ ഒരു സൈക്കോപാത്തായിട്ട് ഒരു പുള്ളിയുണ്ട്. പുള്ളി നമ്മളെ പിടിച്ചുകൊണ്ട് കിഡ്നാപ്പ് ചെയ്തുകൊണ്ട് വന്നേക്കാണ്. നമുക്ക് ഈ സെല്ലിനകത്തുനിന്ന് രക്ഷപ്പെടണം എന്നല്ലേ. നമ്മളൊരു കേജിനകത്ത് ഇവർ പൂട്ടിയിട്ടേക്കുക. സൈക്കോപാത്ത് എന്തെങ്കിലുമൊക്കെ കാണിക്കും നമ്മളെന്തെങ്കിലുമൊക്കെ സാധനങ്ങൾ മാറ്റി വെച്ചത്. ഒരു സാധനം കിട്ടി. ഇനി നമുക്ക് ഇത് തുറക്കാൻ പറ്റും. തുറന്നു. യെസ്, തുറന്നിട്ടുണ്ട്. നമ്മൾ പുള്ളി പറഞ്ഞ കേട്ടോ, നമുക്ക് ഇവിടുന്ന് എങ്ങനെയെങ്കിലും പുറത്ത് പോകണം. അപ്പം അങ്ങനെയുള്ള അത് ഇവിടെ നമ്പർ 2 എന്നൊക്കെ പറയുന്നത് ഒരു ബോക്സ് ഉണ്ട്, ലോക്ക്ഡാണ്. പിന്നെ ഇവിടെ എന്തൊക്കെയോ സാധനങ്ങളുണ്ട്, എന്തൊക്കെയോ ഒരു പെട്ടിയോ എന്തൊക്കെ ഉണ്ട്. ഇവിടെ ഒരു കലണ്ടറുണ്ടോ, കലണ്ടറിൻ്റെ പുറകിൽ ഏതാണ്ട് ഒരു സ്റ്റിക്കോ. നമ്മൾ വെച്ച സാധനം അതുപോലെ തന്നെ തിരിച്ചു വെക്കണം, അല്ലെങ്കിൽ നമ്മൾ വന്നിട്ട് നമ്മളെ പഞ്ഞിക്കിടും. ഇവിടെ എന്താണ്ടൊരു ഇതൊക്കെ കോടാലിയോ ചുറ്റിക്കോ എന്തോ അങ്ങനെ സാധനമുണ്ട്. ഒരു ഫ്രഞ്ച് ഇരിക്കുന്നത് എടുക്കാൻ പറ്റത്തില്ല. ഇടയിലൊക്കെ ഒന്നുമില്ല. അകത്ത് എന്തോ ഒരു സാധനം കിട്ടി, എന്തൊക്കെയോ സാധനങ്ങൾ കിട്ടുന്നു. ഇതെന്താ ചുറ്റിക കിട്ടി. ഈ ഡോറ് തുറക്കാൻ ഇല്ല, പറ്റത്തില്ല. അതന്നെ ഡോറ് തുറക്കാതെ. ഇലക്ട്രിക് ലോക്കാണുള്ളത്. ഇലക്ട്രിസിറ്റി. അപ്പോൾ അവിടെ ഇലക്ട്രിസിറ്റി നമ്മൾ കൊടുക്കണം. ഇതന്നെ സംഭവം. അതെന്തോ ഒരു നോട്ടുണ്ടല്ലോ. ഇതിനകത്ത് പറയുന്നത് പാസ്വേഡ് ഉണ്ടോ, നോർത്ത് ഒക്കെ ഈസ്റ്റ് വെസ്റ്റ് സൗത്ത് എന്നൊക്കെ പറഞ്ഞാൽ ഇതൊക്കെ പാസ്. അതേ ഒരു താക്കോല് ചുറ്റി വെച്ചടിക്കുക പറ്റും. മേളിൽ നമ്പർ വരുന്നുണ്ടോ കേട്ടോ, പുള്ളി വരുന്നതിൻ്റെയാണ് ഈ നമ്പർ വരുന്നത്. നമ്മളിവിടെ എന്തെങ്കിലുമൊക്കെ ചെയ്തിട്ട് വെക്കാൻ മറന്നു പോയിട്ടുണ്ടോ? ഇല്ല. ഇത് നമുക്ക് ഇതിനകത്ത് കയറിയിരിക്കാം. ഇനി പുള്ളി വന്നിട്ട് പോന്നോടം വരെ നമുക്ക് ഇതിനകത്ത് ഇരിക്കാനേ പറ്റത്തുള്ളൂ. പുള്ളി നമുക്ക് എങ്ങനെ രക്ഷപ്പെടണം. അപ്പോൾ മെറ്റൽ ഇഷ്ടപ്പെടുന്ന എല്ലാ കൂട്ടുകാരും കാണാൻ ശ്രമിക്കുക. ഇതിന് 4 എസ്കേപ്പാണുള്ളത് ഞാൻ പറഞ്ഞു. ഇത് മൊബൈലിലും പി സിയിലും അവൈലബിൾ ആണ്. ഇതേ പുള്ളി വന്നു. ഞാൻ കളിക്കുന്ന മൊബൈലിലാണ്. അപ്പം നിങ്ങൾക്കും കളിക്കാൻ പറ്റും, ആൻഡ്രോയിഡ് മൊബൈൽ കളിക്കാൻ. അതേ പുള്ളിയുണ്ട്. സംതിങ് റോങ്. ഒന്നുമില്ല, ഒരു പ്രശ്നമില്ല, ഒന്നുമില്ല. അത് തന്നെ നിൻ്റെ മനസ്സിന് തോന്നിയതാ, അല്ല പിന്നെ. അത്രേ ഉള്ളൂ. ഓക്കെ, പുള്ളി പോയിട്ടുണ്ട്. ഈ പെട്ടിയുടെയാണ്. യെസ്, ഈ പെട്ടിയുടെയാണ്. അപ്പോൾ നമുക്കിത് കിട്ടി. ഇതെന്താ ടേപ്പ്. ഇവിടെ എന്താണ്ട് വെട്ടി കിടപ്പുണ്ടല്ലോ, അത് ഒട്ടിക്കുമല്ലോ. യെസ്, നമ്മൾ ഒട്ടിച്ചിട്ടുണ്ട്. അപ്പോൾ ഇനി ഇത് ഓണാ. ഓണായി. അപ്പോൾ ഇതിനൊരു പാസ്വേഡ് വേണം. ഓക്കെ, പാസ്വേഡ് നമ്മൾ ഇതിനകത്ത് കണ്ടില്ലായിരുന്നോ, നോർത്തും ഇതൊക്കെ അങ്ങനെ സംഭവങ്ങൾ. അപ്പോൾ നോർത്ത് ഇതെന്തത്? ഇത് ക്ലൈമറ്റിൻ്റെ, ഓരോ മാസത്തിൻ്റെ ക്ലൈമറ്റ്. ഇപ്പം കാറ്റ് ഇങ്ങോട്ടാണ് വീശുന്നത്, അങ്ങോട്ടാണ് കാറ്റ് വീശുന്നത്. അപ്പം എനിക്ക് തോന്നുന്നത് ഇവിടെ 4 ഉണ്ട്, 3, 2. അപ്പോൾ പേപ്പറിനകത്ത് എഴുതിയിരിക്കുന്നത് നോർത്ത് വെസ്റ്റ് ഈസ്റ്റ് സൗത്ത് എന്നല്ലേ. അപ്പോൾ നോർത്ത് 4, 1, 3, 2 ആണോ? കാറ്റൊക്കെ അങ്ങോട്ടാണ് വീശുന്നതായിട്ട് നമുക്ക് തോന്നുന്നത്. 4, 1, 2, 3 ആണോ? യെസ്, തുറന്നിട്ടുണ്ട്. ഡോർ ഓപ്പൺ സെറ്റ്. അപ്പോൾ ഈ ഡോർ തുറന്നിട്ടുണ്ട്. ഇവിടെ എന്തൊക്കെയോ സാധനങ്ങളുണ്ട്. തുറക്കാൻ പറ്റും. അപ്പോൾ ഇത് തുറക്കാൻ പറ്റും. യെസ്, തുറക്കാൻ പറ്റും. അതിനകത്ത് എന്തോ പ്ലാങ്ക് പോലെ സംഭവമുണ്ട്, അതൊക്കെ എടുത്തു. പല കഷ്ണം നമുക്ക് കിട്ടിയിട്ടുണ്ട്. പലകയൊക്കെ വെച്ചിട്ട് കാണിക്കാനാണോ, ഇതിലൊക്കെ യൂസ് കാണും. ഇതിന് ആസിഡ് കണ്ണാടിയൊക്കെ പൊട്ടിയിരിക്കുന്നു. അതൊന്ന് ചെയ്യുന്നു, തിളങ്ങുന്നത്. കട്ട് ചെയ്യാൻ വല്ലതും പറ്റുമോ? യെസ്, കട്ട് ചെയ്യാൻ പറ്റും. കട്ട് ചെയ്ത് ഇതെന്തത്? ഇത് എൻ്റെ പിക്കാക്സിൻ്റെ ഇത്. നമ്മളത് വാൽവ് ഓണാക്കിയിട്ട് അപ്പോൾ ആസിഡ് പോയി. ഓക്കെ, അതാണ്. ഇത് ഞാൻ ഇവിടെ ഉപയോഗിക്കും.
ഇവിടെ എല്ലാം പൊളിക്കാൻ വല്ലതും ഉണ്ടോ? എന്തോ പൊളിക്കാനോ ഏതാണ്ട് ഒരു കാര്യത്തിനാണിത്. ഇപ്പം എന്താ ചെയ്യുക? നോ ഐഡിയ. എന്തായിരിക്കും പരിപാടി? എന്തായിരിക്കും? ക്ലോസറ്റ് വല്ലതും ഉണ്ടാക്കാൻ പറ്റുമോ? ഇല്ല. എന്തോ സ്ക്രൂ ഇട്ട് മുറിക്കുക തോന്നുന്നു. ഓക്കെ, കലണ്ടറിൻ്റെ പുറകിൽ ഇത് സാധനം തുറക്കാൻ പറ്റുമോ? പറ്റി. യെസ്, അത് തുറന്നിട്ടുണ്ട്. കലണ്ടർ തിരിച്ച് വെച്ചേക്കാം. ഇനി നമുക്കിത് ഉണ്ടാക്കത്തില്ലേ? ഇത് വെച്ച് എടുത്ത് സെറ്റാക്കി. ഓക്കെ, അപ്പം ഇനി ഇതിൻ്റെ ഉപയോഗം എന്നാന്ന് നോക്കണം. നമുക്ക് ഈ ഒരു സാധനം എടുക്കാറുണ്ട്. ഇത് കണ്ടോ? അതിനെന്താണ്ട് ലിവറോ അതാണ് സംഭവം വേണമായിരിക്കും. എന്തെങ്കിലും. ഇതെന്താണ്? ഇതൊക്കെ നമുക്ക് ഇനി എസ്കേപ്പ് ചെയ്യാൻ പറ്റും. ഇത് ഇനി അടുത്ത ലെവലിലൊക്കെ ഈ സ്ഥലത്ത് നമുക്ക് ഒന്ന് രക്ഷപ്പെടാനൊക്കെ പറ്റും. ഈ സ്ഥലത്ത് എന്താണ് മാസ്കൊക്കെ ഒരു എന്തുവാ ഇദ്ദേഹത്തിൻ്റെ മാസ്കൊക്കെ ഇരിക്കും. ഇതെന്നെ മേളിൽ കണ്ടു. മേളുണ്ട്. അമ്മേ, ശബ്ദം കേട്ട്. ഇതെന്താണ്? ലിവർ. ഇത് മെറ്റേൻ്റെ ആയിരിക്കും മിക്കവാറും. ഇത് ഇലക്ട്രിക് ആണല്ലേ. ഓണാക്കി ഓക്കെ, സെറ്റ്. എല്ലാം ഓക്കെ ആണെന്ന് തോന്നുന്നു. അടച്ചടക്കണം. ഓക്കെ, നമ്മൾ അടച്ചു കയറിയിരിപ്പുണ്ട്. ഇനി വീണ്ടും പുള്ളി വരും. എന്നിട്ട് പോകണം. വന്നല്ലോ. എന്നിട്ട് ഒന്നുമില്ല. ഇതൊക്കെ നിൻ്റെ മനസ്സിൻ്റെ ചിന്തയാണ്. അതെ, അത് തന്നെ കണ്ടോ? ഞാൻ പറഞ്ഞു, നീ എന്തിനാ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങോട്ട് വരുന്നു? ഓക്കെ, പുള്ളി പോയിട്ടുണ്ട്. ഇനി നമുക്കിവിടുന്ന് രക്ഷപ്പെടണം. നമ്മൾക്ക് ഇനിയും എന്തൊക്കെയോ ചെയ്യാനുണ്ട്. അപ്പം ഇത് ഓണാക്കിയിട്ടേക്കാം. അപ്പോൾ നമ്മളിത് ഓണാക്കിയിട്ടുണ്ട്. ഓണാക്കി. ഇനി എന്തുവാണ് ഈ ലിവർ വെച്ചിട്ട് എന്തെങ്കിലും പരിപാടിയാണ്? അവിടെ എന്താണ് സ്ക്രൂ അയക്കാനുണ്ട്. അതിന് വയ്ക്കാറും വല്ല സ്ക്രൂ അയക്കുന്ന വല്ല സാധനം വേണ്ടവർ. ഈ സാധനം ഇവിടെ വെക്കണ്ടായിരുന്നോ? അത് തന്നെ, നമുക്ക് വ്രഞ്ച് കിട്ടി. ഈ വ്രഞ്ച് മിക്കവാറും അവിടുത്തെ സ്ക്രൂ അഴിക്കാനായിരിക്കും. കണ്ടോ, ഞാൻ പറഞ്ഞല്ലേ. ഇതൊക്കെയാണ് ഐക്യു ഗെയിം പ്ലേ ആണ്. വിളിച്ച പുള്ളിക്ക് ഏതൊക്കെ എന്നതാണോ അടച്ചു വെക്കട്ടെ. അവിടെ ഏതാണ്ട് ഒരു ബോഡിയും കണ്ട് ഞാൻ കണ്ടായിരുന്നത്. അതൊന്നും മാറ്റി വെച്ചിട്ടില്ലെന്ന് തോന്നുന്നു. അവിടെ ആരുടെയും ഒരു ബോഡിയൊക്കെ കിടപ്പുണ്ട്. അവിടെ എന്തോ ബോഡിയോ അങ്ങനെ എന്തോ സംഭവമൊക്കെ ഉണ്ട്. ഈ പുള്ളി വന്നിട്ട് പോയിട്ട് നമുക്കത് പോയി നോക്കണം. അതെന്താണ്? പുള്ളി ഏതാണ്ട് സാധനമൊക്കെ ഉണ്ട് എടുത്തിട്ട്. അപ്പം അതിനകത്ത് നമുക്ക് എന്തെങ്കിലും വേണ്ടി വരും. പുള്ളി പോവാണോ? പോയോ? ഇല്ല, പുള്ളിയുടെ ഡയലോഗില്ല. പുള്ളിക്ക് പോകാൻ പറ്റില്ല. എന്താണ് പറയടാ? ഇവിടെ ഒന്നുമില്ല. ഇതല്ലേ ഞാൻ എപ്പോഴും പറയുന്നേ. എൻ്റെ മനസ്സിൻ്റെ പോലെ തോന്നല. ഈ പുള്ളി ഇതിനകത്ത് ഏതാണ്ട് കാണുന്നുണ്ട്. ഇതെന്താണ്? സ്ക്രൂ ഡ്രൈവർ. അവൻ്റെ ടോയ്ലറ്റിൻ്റെ എന്തോ മണ്ടയിലെ സ്ക്രൂ പോലെ സംഭവം ഉണ്ട്. അത് നമുക്ക് അയക്കാൻ പറ്റുമായിരിക്കും. അപ്പോൾ ഇതുകൊണ്ട് നമുക്കൊന്ന് അയച്ചു നോക്കാം. ഓക്കെ, അയക്കാൻ പറ്റും. യെസ്, ലിവർ കിട്ടിയിട്ടുണ്ട്. ലിവർ ഇപ്പോൾ എവിടെ ഉപയോഗിക്കുന്നത്? ഇതിനകത്തൂടെ അത് ഇതുണ്ടോ? പക്ഷേ ബോഡി കിടക്കാണ്. ലിവർ ഇവിടെ വെക്കാം. ഫസ്റ്റ് എലവേറ്റർ ആദ്യം പൊക്കണം. എലവേറ്റർ ആദ്യം നമുക്ക് ഉയർത്തണം. അപ്പോൾ എലവേറ്റർ ഉയർത്താൻ എലവേറ്റർ നമ്മൾക്ക് ഉയർത്തണം. അപ്പം നമുക്ക് ഇതിനകത്തും കണ്ട എലവേറ്റർ കാണിച്ചതാണ്ട്. എലവേറ്റർ നോ പവറിന്ന്. നോ പവർ എങ്ങനെയാ? പവർ പ്ലാങ്ക്. ഈ പ്ലാങ്ക് നമുക്ക് ഇവിടെ വെക്കാൻ പറ്റുമോ? എൻ്റെ മോൻ. ഇത് പുള്ളി ഇങ്ങോട്ട് വരാതിരിക്കാൻ വേണ്ടി നമുക്ക് ലോക്ക് ചെയ്യാൻ പറ്റും. ഇത് ഓണാക്കി മിക്കവാറും പവർ വരും. ഇത് ആണോ പുള്ളി?
ഇലക്ട്രിക് വെച്ചേക്കുന്നുണ്ടോ നമുക്ക് ഉണക്കാൻ പറ്റും. ഉണക്കിയിട്ടുണ്ട്. ഓ പുള്ളി വരുന്നുണ്ട്. അമ്മേ ഓ ഇതുണ്ട് എലവേറ്റർ ഉയരുന്നുണ്ട്. യെസ് നമുക്ക് രക്ഷപ്പെടണം. ഓ ഒന്ന് പെട്ടെന്ന് പൊങ്ങ് എൻ്റെ പൊന്നേ, ഇത്ര താമസം എടുക്കുന്നേ. അത് തന്നെ എന്നാ പെട്ടെന്ന് വേഗം വേണം. ഇതുണ്ടോ ഒരുത്തൻ്റെ ബോഡി കണ്ടോ? പുള്ളി വിളിച്ചു. അയ്യോ പെട്ടെന്ന്. യെസ് വെച്ച് ലിവർ എന്ത് വെച്ചു. അത് യെസ് താട്ട്. എൻ്റെ അമ്മ ഓ പുള്ളി വിളിച്ചു. വേറെ ഓ ഇനി പുള്ളിക്ക് നമ്മളെ പിടിക്കാൻ പറ്റും. നമ്മളെ രക്ഷപ്പെട്ടു. പിന്നെ അല്ലാതെ പുള്ളിയോടൊക്കെ പോകാൻ പറ. അതിന് പുള്ളി വരൂ. അങ്ങനെ ഈ നമ്മളെ തപ്പുവാന്ന് തോന്നുന്നു. നമുക്കിതുവഴി കയറി എനിക്കാരും പോകേണ്ടത്. യെസ് ഓ ആ വഴി നമുക്ക് നേരെ പോകാൻ പറ്റിയിരിക്കുക. ഇത് കരയുന്നു. ഓ താഴെ ആരോ ഉണ്ട്. ഓ ഇത് വേറെ ഏതാ സ്ഥലമാണ്. മിക്കവാറും ഈ ലെവലൊക്കെ നമുക്ക് കളിക്കേണ്ടി വരും. ഇവിടെ പൂട്ടുണ്ടല്ലോ, തുറക്കാൻ പറ്റും. തുറന്നു. ഓ അത് നമുക്ക് ഇനി വരുന്ന എപ്പിസോഡിൽ കളിക്കാൻ പറ്റുമായിരിക്കും. അപ്പം ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ. എല്ലാ കൂട്ടുകാർക്കും ഇഷ്ടപ്പെട്ടെന്ന് വെച്ചു. ലവ് യു ഓൾ. ടേക്ക് കെയർ. ബൈ.